ഹായ് ഫ്രണ്ട്സ്, നിതിനാണ്. അപ്പം എമ്പുരാൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. എൻ്റെ പൊന്നാശാനെ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ല. എല്ലായിടത്തും ടിക്കറ്റ് ബുക്ക്ഡാ. അപ്പോൾ റിലീസിൻ്റെ അന്ന് തന്നെ ആ സിനിമ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ എവിടെ കിട്ടാനാ ടിക്കറ്റ്? എങ്ങും കിട്ടാനില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ ഇങ്ങനെ പത്തനംതിട്ട ഫുള്ള് ട്രിനിറ്റി, ധന്യ, രമ്യ എല്ലാം ബുക്കിങ്ങാണ്. പിന്നെ ലാസ്റ്റ് കോന്നി ശാന്തി എന്ന് തിയേറ്റർ ഉണ്ട്, കോന്നി. അവിടെ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല. അവിടെ പിന്നെ ഞാൻ ബാൽക്കണി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം, ചുമ്മാ നോക്കുക, കൊല്ലം, എല്ലായിടത്തും ഞാൻ നോക്കി. എല്ലായിടത്തും സ്റ്റക്കാണ്. ഒരു രക്ഷയില്ല. പടത്തിൻ്റെ ഹൈപ്പ് അതുപോലല്ലേ? അതോ വേൾഡ് വൈഡ് റിലീസല്ലേ? എല്ലായിടത്തും ഒരേപോലെയല്ലേ റിലീസാവുന്നത്? അപ്പോൾ ഭയങ്കര ഹൈപ്പല്ലേ ഈ പടത്തിന് വന്നേക്കുന്നതും. കോന്നി ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നായത്തെ സൗകര്യം പോലെ ചില സമയത്ത് നമ്മൾ അവിടെ പോയി നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഓഡിറ്റോറിയമാണ്, കല്യാണമൊക്കെ നടക്കുന്ന കാണാം. ചില സമയത്ത് നോക്കുമ്പോഴത്തേക്കും പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ആളിറങ്ങി വരുന്ന കാണാം. അതാണ് ഈ ശാന്തി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന സ്ക്രീനും സിസ്റ്റം ഒക്കെ, സൗണ്ട് സിസ്റ്റം ഒക്കെ വലിയ കുഴപ്പമില്ലാതെ കാണാം. പിന്നെ റാന്നിയിൽ ഉപാസനയും ഒക്കെ ഫ്രീ ആണ് കേട്ടോ, അവിടെ ആളുണ്ട്. ഞാൻ പിന്നെ കുറച്ചുകൂടെ നല്ല ആട്ടം കാണണമെന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത്. റാന്നി ഉപാസനയൊക്കെ ഫ്രീയാ, കാണാൻ പറ്റുന്നവർക്ക് കാണാം. പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെയും ലാലേട്ടൻ്റെയും ഒക്കെ ഒരു ഇൻ്റർവ്യൂ, വേറെ എവിടെയോ സ്ഥലത്ത് ചെന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഒരു പുള്ളിക്കാരി ചോദിക്കുന്നു, എന്തിനാണ് ഒരു മലയാളം പടത്തിന് ഇത്ര ഹൈപ്പ്, എന്തിനാ അതിവിടെ റിലീസാകുന്ന ഇത്ര ആഘോഷമാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പൃഥ്വിരാജ് അടിച്ചണ്ണാക്കി കൊടുത്തു. പൃഥ്വിരാജ് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, KGF ഡിസ്ട്രിബ്യൂഷൻ ഞാനായിരുന്നു, സലാറിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല ചോദിച്ച റിപ്പോർട്ടർക്ക്. ഇവരാരൊക്കെയാണ് അവർ കറക്റ്റ് കാര്യം മനസ്സിലായിട്ടില്ല, അതാണ് അതിൻ്റെ കാര്യം. പൃഥ്വിരാജ് ഇലുമിനാറ്റി എന്ന് പറയുന്നത് 100% കറക്റ്റാണ് കേട്ടോ. പുള്ളിയുടെ പഴയൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പുള്ളി പറയുക, എനിക്ക് വലിയൊരു സിനിമ സംവിധാനം ചെയ്യണം, പിന്നെ ഇന്ത്യയിലെ തന്നെ മികച്ച 2-3 സിനിമകളിൽ അഭിനയിക്കണം, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 1-2 പടത്തിന് ഡിസ്ട്രിബ്യൂട്ടർ ആകണം എന്നൊക്കെ പുള്ളി പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതൊക്കെ തോണ്ട് 2025 ആയപ്പോഴത്തേക്ക് അതെല്ലാം സാധ്യമായില്ലേ. പിന്നെ അതിനേക്കാളും മുൻപേ പഴക്കമുള്ള ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി പറയുന്നുണ്ട്, പുള്ളിക്ക് സംവിധായകനാകണം, മികച്ച നടനാകണം, മികച്ച സിനിമയുടെ ഭാഗമാകണം. അതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്നൊക്കെ ആൾക്കാർ കളിയാക്കി, ഇന്ന് പുള്ളിയെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് സംശയം, പൃഥ്വിരാജ് ഇല്ലുമിനാറ്റി ആണോ? ശരിക്കും പറഞ്ഞാൽ ഇല്ലുമിനാറ്റിയുടെ അല്ല, പുള്ളിക്കാരൻ്റെ ദീർഘവീക്ഷണം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളി അത് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു, അതിപ്പോൾ സാധിച്ചു. രാജു ഇൻ്റർവ്യൂവിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സുകുമാരന് മുണ്ടും ഷർട്ടും ഇട്ട് അദ്ദേഹത്തിൻ്റെ അംബാസഡർ കാറിൽ വന്നിറങ്ങുന്നതായിരുന്നു ഇഷ്ടം. എനിക്ക് എൻ്റെ ഓടിയിൽ ജീൻസും ബെന്നിനും ഒക്കെ ധരിച്ച് വന്നിറങ്ങുന്നതാണ് എനിക്കിഷ്ടം. അത് ഞാൻ അധ്വാനിച്ച് എൻ്റെ കാശിനാകുമ്പോൾ അത്രയും സന്തോഷം. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഓരോ വാക്കുകളും മോട്ടിവേഷനാണ്, പുതിയ ജനറേഷനുള്ള മോട്ടിവേഷനാണ്. ഒരാൾ എങ്ങനെ ആയിരിക്കണം, സോഷ്യലി ആൻഡ് ഒഫീഷ്യലി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പുള്ളിയെ കാണിക്കുന്നത്, പുള്ളി വഴി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ തുടക്ക സമയങ്ങളിലൊക്കെ ഭയങ്കര ഉടക്കായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും ഒക്കെ ആയിട്ടെ ഭയങ്കര ഉടക്കും ബഹളവും ഒക്കെ ആയിരുന്നു. അഭിനയിക്കാൻ സമ്മതിക്കുന്നില്ല, ചാൻസ് കളയുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് പോകെ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി, പല സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഭയങ്കര അടുത്ത ആളുകളായി. അതൊക്കെ ഓർക്കുന്നുണ്ട് കുറച്ച് കാലം മുമ്പ്. അപ്പോൾ അന്ന് കുറേ പേരുണ്ടായിരുന്നു, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും കുത്തിത്തിരിപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഇപ്പം ഫീൽഡ് ഔട്ടായി പോയി. ഇവരെല്ലാം ഇപ്പോഴും നിലനിൽപ്പുണ്ട്, മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ കുത്തിത്തിരിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലനിൽക്കത്തില്ല. അല്ലാതുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മുൻപോട്ട് പോകത്തുള്ളൂ, ദീർഘനാൾ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റിലീസിൻ്റെ ഫസ്റ്റ് ദിവസം കണ്ടാലേ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ആരവത്തിലും ബഹളത്തിലും ഇരുന്ന് കാണണ്ടേ, എന്നാലേ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയി നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. എന്തായാലും എമ്പുരാൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. എമ്പുരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, റിലീസ് ഡേറ്റിന് അന്ന് തന്നെ പോയി കാണണമെന്നാണ് ആഗ്രഹം. ടിക്കറ്റ് ബുക്ക് ചെയ്തു, കാണും. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.